ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗൗതം ഗംഭീർ ചുമതലയേറ്റത്. ഗംഭീറിനെ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ BCCI ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ചർച്ചയായിരുന്നു. ഗംഭീർ കർക്കശ നിലപാടുകളുള്ളയാളാണെന്നും അഹങ്കാരിയാണെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഗംഭീറും മറ്റ് ക്രിക്കറ്റ് താരങ്ങളും തമ്മിലുള്ള വാക്പോരുകളും ക്രിക്കറ്റ് ലോകത്തെ സ്ഥിര കാഴ്ചയായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗംഭീറിന്റെ സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബാല്യകാല പരിശീലകൻ സഞ്ജയ് ഭരദ്വാജ്. എപ്പോഴും വിജയിക്കണമെന്ന അതിയായ ആഗ്രഹമുള്ള ഗൗതം ഗംഭീറിന്റെ രീതികൾ അദ്ദേഹത്തിന് തെറ്റായി അഹങ്കാരി പരിവേഷം നൽകുന്നതിന് ഇടയാക്കുകയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഗൗരവക്കാരനും അധികം ചിരിക്കാത്തയാളുമാണ് ഗംഭീർ. വിരാട് കോഹ്ലിയുമായി മുമ്പുണ്ടായ ഉരസലുകൾ ചൂണ്ടിക്കാട്ടി ഗംഭീറിന് അധികകാലം ഹെഡ് കോച്ച് സ്ഥാനത്ത് തുടരാനാവില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യക്കായി ഏകദിന T20 ലോകകപ്പുകൾ നേടിയ ചുരുക്കം ചില ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ് ഗംഭീർ. IPL കളിക്കാരനായും മെന്ററായും അദ്ദേഹം തിളങ്ങിയതിന് പിന്നാലെയാണ് പുതിയ നിയോഗം. എന്നാൽ ഗംഭീറിന്റെ യഥാർത്ഥ വ്യക്തിത്വം മറ്റൊന്നാണെന്ന് സഞ്ജയ് ഭരദ്വാജ് വിവരിക്കുന്നു. എപ്പോഴും മികച്ചവനാകാനും വിജയിക്കുന്ന മാനസികാവസ്ഥ നിലനിർത്താനും ഗംഭീർ അക്ഷീണം പ്രയത്നിക്കുന്നു. അദ്ദേഹത്തിന്റെ വിജയിക്കുന്ന മനോഭാവം അഹങ്കാരമായി ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. ഗൗതം ഗംഭീർ ഒരു കുട്ടിയാണ്. ഇന്നും അവൻ നിഷ്കളങ്കനായ കുട്ടിയെ പോലെയാണ്. അയാൾക്ക് യാതൊരു വിദ്വേഷവുമില്ല. അവൻ 12 വയസ്സുള്ള കുട്ടിയെ പോലെയാണ്. ആളുകൾ അവൻ അഹങ്കാരിയാണെന്ന് കരുതുന്നു. പക്ഷേ അത് വിജയത്തോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവമാണ്. ചെറുപ്പത്തിൽ നെറ്റ് പ്രാക്ടീസിന് ശേഷം മത്സരങ്ങൾ കളിക്കുമ്പോൾ തോറ്റാൽ അവൻ കരയാറുണ്ടായിരുന്നു. തോൽക്കുന്നത് ഒരിക്കലും അവൻ ഇഷ്ടമായിരുന്നില്ല എന്നും ഭരദ്വാജ് പറഞ്ഞു. തന്റെ യൂട്യൂബ് ഷോയിൽ മുൻ ഇന്ത്യൻ അണ്ടർ-19 ലോകകപ്പ് ജേതാവ് മഞ്ജോത് കൽറയോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഗംഭീറിനെ കുറിച്ച് പറഞ്ഞത്. അവനെ പോലെ യഥാർത്ഥ വ്യക്തിത്വമുള്ളവർ തീർച്ചയായും ഗൗരവം മറച്ചുവെക്കില്ല. അവരുടെ കംഫർട്ട് സോണിൽ എത്തിയാൽ പുഞ്ചിരിക്കും, വിജയിക്കും. എങ്ങനെ ജയിക്കണമെന്ന് മനസ്സിലാവുന്ന ഒരാൾക്ക് എങ്ങനെ തോൽവി ഒഴിവാക്കണമെന്നും അറിയാം. ഇത്തരമൊരു മനോഭാവത്തെ അഹങ്കാരമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഗംഭീർ ശുദ്ധമനസ്കനാണ്, വിനയമുള്ളയാളും നിരവധി യുവാക്കൾക്ക് കരിയർ നൽകിയ ഒരാൾ എന്നുമെല്ലാമാണ് ഭരദ്വാജ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അമിത് മിശ്ര, ജോഗീന്ദർ ശർമ്മ എന്നിവരുൾപ്പെടെ നിരവധി ക്രിക്കറ്റ് താരങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിന് മേൽനോട്ടം വഹിക്കുകയും സഹായിക്കുകയും ചെയ്ത ഭരദ്വാജ് ഡൽഹി ക്രിക്കറ്റ് സർക്യൂട്ടിലെ പ്രശസ്തനായ പരിശീലകനാണ്. ഗംഭീറുമായി 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ദൈർഘ്യമേറിയ ബന്ധം ഇരുവരും തുടരുന്നു. 2019 ദ്രോണാചാര്യ അവാർഡ് നൽകി രാജ്യം സഞ്ജയ് ഭരദ്വാജിനെ ആദരിച്ചിരുന്നു. അതേസമയം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ അവസാന മാച്ചിനായി തയ്യാറെടുക്കുകയാണ് ഗംഭീറിന്റെ ശിക്ഷണത്തിലുള്ള ഇന്ത്യൻ ടീം. കഴിഞ്ഞ ദിവസം ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. മധ്യനിരയെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ പരിശീലകനായ ഗംഭീർ ശ്രമിക്കും എന്നതും ഉറപ്പാണ്. ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ വലിയ മാറ്റങ്ങളാണ് അടിക്കിടെ വരുത്തിക്കൊണ്ടിരുന്നത്. ഇത് ടീമിന്റെ താളം തെറ്റാൻ കാരണമായിരുന്നു. ഇതാണ് ആദ്യ 2 മത്സരങ്ങളിലും സംഭവിച്ചത്. ആദ്യ ഏകദിനത്തിൽ വാഷിംഗ്ടൺ സുന്ദറിനെയും 2ാം ഏകദിനത്തിൽ ശിവം ദുബെയെയും ഗംഭീർ 4ാം നമ്പറിൽ ബാറ്റിംഗിന് ഇറക്കി. ഈ 2 നീക്കങ്ങളും വൻ ഫ്ലോപ്പായി. ബാറ്റിംഗ് ഓർഡറിൽ ഗംഭീർ നടത്തിയ പരീക്ഷണങ്ങൾ ടീം ഇന്ത്യയെ 2 കളികളിലും പിന്നോട്ട് വലിച്ചെന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ 3ാം മത്സരത്തിൽ തന്റെ പരീക്ഷണങ്ങൾ പാളിപ്പോകാതെ നോക്കേണ്ടത് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമാണ്.